ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നിൽക്കുന്നത് മലേഷ്യ ഏപ്പാക്കം എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇവിടെ ചെറിയൊരു വർക്കായിട്ട് വന്നത് ഒരു വീഡിയോ ആക്കി നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കണമെന്ന് കരുതി. എൻ്റെ വർക്കും അതിനോട് സംബന്ധിച്ച പരിസരം എല്ലാം ഒരു വീഡിയോ ആക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. കാണുക, എൻജോയ് ചെയ്യുക. കുളത്തിലെന്ന് പറയുമ്പോൾ ഒരുപാട് മീനുകൾ, കുറേ മീനുകൾ. ഇവിടെ ഏത് കുളത്തിൽ നോക്കിയാലും മീനുകളൊക്കെ വെക്കണം. പക്ഷെ ആരും വലുതായിട്ട് ശ്രദ്ധിക്കാത്തതുണ്ട്. അവർ ഈ മീനൊക്കെ കഴിക്കാൻ വേണ്ടി ഭയങ്കര നമ്മുടെ നാട്ടിലാണെങ്കിൽ കുളം വറ്റിക്കാം. ഇപ്പോൾ ഞങ്ങളുടെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ഞാൻ കാണിച്ചു തരാം. ഹായ് ഗൈസ്, ഇതാണ് നിങ്ങളുടെ വർക്ക്. ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇതും ഒരു കല്യാണ മണ്ഡപമാണ്. കല്യാണ മണ്ഡപം, കല്യാണക്കാക്കി അങ്ങനെ എല്ലാ സംഭവങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ഹാളാണ്. ഇതുപോലെ ഫ്രണ്ടിൽ ഒരു ഹാളുണ്ട്. ഇപ്പം ഞങ്ങളുടെ വർക്ക് ഈ ഹാളിലാണ് നടക്കുന്നത്.
ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള വീടുകളാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ആഹാരം കഴിക്കണം, അടിപൊളിയുണ്ട്. ഇവിടെ നിന്ന് ചൂണ്ടായിട്ട് മീനും പിടിച്ച് ഇവിടെ ഇരുന്ന് എന്നെ പൊരിച്ച് ഇവിടെ ഇരുന്ന് എന്നെ കഴിക്കണം. അടിപൊളിയായിരിക്കും. പൊളാപ്പ് എങ്കിൽ അടിപൊളി. നിറയെ മീനുണ്ട് ഇവിടെ. ഇപ്പൊ ഈ സമയമായിട്ട് കാണാൻ പറ്റും. വൈകുന്നേരങ്ങളിലൊക്കെ നിറഞ്ഞിങ്ങനെ മുകളിലൊക്കെ വന്ന് നിൽക്കുന്നതാണ് ഇവിടെ. രസമാണ്. ഞാനിവിടെ ഒരു 4-5 തവണ വന്നിട്ടുണ്ട്. വന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. 4-5 വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പം ഞാൻ ആലോചിക്കാറുണ്ട്, ഒരു വീഡിയോ എടുത്താലോ, ഒരു വീഡിയോ എടുത്ത് യൂട്യൂബ് എനിക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയുള്ള പ്രചോദനം തന്നെ ഈ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ്. ഒരുപാട് വർക്കുകൾ ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പം നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ. നല്ല ഭംഗി അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. പിന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയി എടുത്തതെന്ന് പറയുമ്പോൾ അത് മൊത്തം ഞാൻ കവർ ചെയ്തെടുത്തിരിക്കുകയാണ്. വീഡിയോ മൊത്തം ഞാൻ കവർ ചെയ്തെടുത്തത് കൊണ്ടാണ് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നത്. എങ്കിലും ഞാൻ കുറച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ കാണുമ്പോൾ അത് മൊത്തത്തിൽ അതിൻ്റെ ആ ഭംഗി മൊത്തത്തിൽ ആസ്വദിച്ച് കാണണം. അതുകൊണ്ട് ഞാൻ ഒരുവിധം സ്പീഡിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ആ ഭംഗി, ആ സ്ഥലത്തിൻ്റെ ഭംഗി മൊത്തത്തിൽ ഞാൻ കവർ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും കാണണം, ഞാൻ ആസ്വദിക്കുന്നത് പോലെ എല്ലാവരും കണ്ട് ആസ്വദിക്കണം എന്നുള്ള ഒരു ഇത് മാത്രമാണ് ഞാൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ളത്. ഈ വീഡിയോ ലെങ്തി ആവാൻ കാരണം എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക.
പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ഈ കാണുന്ന ബോട്ടെല്ലാം എടുത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ സഞ്ചരിക്കാം. അതായത് ഈ കുളം ഇവിടെ മൊത്തം ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ കിടപ്പുണ്ട്. ഇങ്ങനെ ഈ കുളം കിടക്കുന്നിടത്തെല്ലാം നമുക്ക് ബോട്ട് എടുത്തിട്ട് നമുക്ക് സഞ്ചരിക്കും. നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ നല്ല രസമാണ്. മീനുകളെല്ലാം ആ സമയത്ത് ഇങ്ങനെ മുകളിൽ കൊണ്ട് നിൽക്കും. അതൊക്കെ കണ്ട് സഞ്ചരിക്കാൻ വേണ്ടി നല്ല രസമാണ്, അടിപൊളിയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇതിങ്ങനെ നടന്ന് കയറുന്നതാണ്. അതായത് മൊത്തം പൂർത്തിയായിട്ടില്ല. നാളെ കണ്ടിന്യൂ, ഇന്നത്തേക്കുള്ളത് ഞങ്ങൾ വർക്ക് കഴിഞ്ഞായിരുന്നു. നാളെ ബാക്കി കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ നടന്നു വരുന്ന പാതയൊക്കെ എന്ന് പറയുമ്പോൾ ഓക്വേ എന്ന് പറയും. അതെല്ലാം വന്നിട്ട് ഇനി പൂവൊക്കെ വെച്ച് അലങ്കരിക്കണം. അതുപോലെ തന്നെ കാർപ്പറ്റൊക്കെ ഇടാനുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ ഇനിയും കുറച്ച് പരിപാടികളും കൂടെ ചെയ്യാനുണ്ട്. അത് നാളെ ഞങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.